ഞാനും എന്റെ ചേട്ടനും ഒരു അവധിക്കാലത്ത് മുത്തശ്ശിയുടെ പഴയ വീട്ടിൽ പോയി താമസിച്ചു. ആ വീട് വർഷങ്ങളായി ആരും താമസിക്കാത്തതായിരുന്നു. ആദ്യ രാത്രി തന്നെ വിചിത്രമായി. അർദ്ധരാത്രിയിൽ ഞാൻ ഉണർന്നപ്പോൾ ആരോ എന്റെ മുറിയിൽ നിൽക്കുന്നതായി തോന്നി. ഇരുട്ടിൽ ഒരു നിഴൽ. പക്ഷേ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ ആരുമില്ലായിരുന്നു. ചേട്ടാ, രാത്രി എന്തോ കേട്ടു, ഞാൻ പറഞ്ഞു. അതൊക്കെ നിന്റെ ഭാവനയാണ്. ഉറങ്ങിക്കോ, ചേട്ടൻ ചിരിച്ചു. പക്ഷേ രണ്ടാം രാത്രി ഞങ്ങൾ രണ്ടുപേരും കേട്ടു. നിലവിളി. ഭയങ്കര നിലവിളി. മുകളിലത്തെ നിലയിൽ നിന്ന്. ചേട്ടാ, അത് എന്താ? എന്റെ ശബ്ദം വിറച്ചു. അറിയില്ല, നമുക്ക് നോക്കാം. ചേട്ടൻ ടോർച്ച് എടുത്തു. മുകളിലേക്ക് പോയപ്പോൾ ആ മുറിയുടെ വാതിൽ തുറന്നിരുന്നു. അകത്ത് ഒരു സ്ത്രീ, നീണ്ട മുടിയും വെള്ളവസ്ത്രവും. പക്ഷേ അവളുടെ മുഖം, അയ്യോ ദൈവമേ, മുഖമേ ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് പോകൂ, അവൾ അലറി. ശബ്ദം കാതുകൾ പൊട്ടിക്കുന്ന രീതിയിൽ. ഞങ്ങൾ ഓടി. പടികൾ ഇറങ്ങി വീടിന് പുറത്തേക്ക്. പിറകെ ആ ഭൂതം വന്നു. അവളുടെ കാലുകൾ നിലത്തു തൊടാതെ പൊങ്ങിവന്നു. വണ്ടിയിൽ കയർ, ചേട്ടൻ വിളിച്ചു. ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി. പുറകിൽ നോക്കിയപ്പോൾ ആ ഭൂതം ഗേറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു, നോക്കിക്കൊണ്ടിരുന്നു. ചേട്ടാ, നമ്മൾ ഇനി ആ വീട്ടിൽ പോകില്ല, ഇല്ലേ? ഞാൻ കരഞ്ഞു. തീർച്ചയായും ഇല്ല, ചേട്ടൻ പറഞ്ഞു. ഇന്നും രാത്രി ആ സ്വപ്നം കാണുമ്പോൾ ഞാൻ വിയർത്ത് ഉണരും. ആ മുഖമില്ലാത്ത സ്ത്രീ, അവളുടെ നിലവിളി, എല്ലാം ഇപ്പോഴും എന്റെ മനസ്സിൽ.